ആനുകാലിക സംഭവങ്ങളെയും മാറ്റങ്ങളെയും ഉൾപ്പെടുത്തി ആനിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി നിധി ഷിജു എഴുതിയ കാലത്തിന്റെ കണ്ണാടി എന്ന പുസ്തകം ശ്രദ്ധേയമാകുന്നു. സമൂഹത്തിലെ വിദ്യാർത്ഥികളും പൗരന്മാരും കടന്നുപോകുന്ന വിവിധ തലങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ് പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മവും നടന്നു. മാതാപിതാ ഗുരു ദൈവം എന്നതാണ് നമ്മുടെ ഭാരതീയ ഗുരുസങ്കല്പം. മഹാനായ കബീർദാസിന്റെ ഈ വരികളിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ഗുരുവും ദൈവവും ഒരുമിച്ച് നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ ആദ്യം നീ ആരുടെ പാദങ്ങളിൽ നമസ്കരിക്കും? അതിന്റെ മറുപടി ഇങ്ങനെയാണ്: ഗുരുവിന്റെ പാദം. കാരണം ഗുരുവാണ് എനിക്ക് ഈശ്വരനിലേക്കുള്ള വഴി കാണിച്ചു തന്നത്. ആനിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നിധി ഷിജു എഴുതിയ പുസ്തകം ശ്രദ്ധേയമാകുന്നു. ആനുകാലിക സംഭവങ്ങളും നിരീക്ഷണങ്ങളും ഉൾപ്പെടുത്തിയാണ് കാലത്തിന്റെ കണ്ണാടി എന്ന പേരിൽ പുസ്തകം എഴുതിയത്. സ്കൂളിൽ നടന്ന പ്രവേശനോത്സവ ചടങ്ങിൽ പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. ആനിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി ഇടവക വികാരി ഫാദർ പോൾ കാരക്കൊമ്പിൽ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസ്ലി SABS പുസ്തകം ഏറ്റുവാങ്ങി. 64 പേജുകളുള്ള പുസ്തകത്തിൽ 14 ലേഖനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. സെൽഫ് ഹെൽപ്പ് പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഗുരുക്കന്മാർ, പ്രകൃതി മാതാവിൻ്റെ വിളി, മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു ദിവസം, ലഹരി നാശത്തിലേക്കുള്ള വഴി, ഫാസ്റ്റ് ഫുഡ്, നിമിഷസുഖം, വൻ ദുരന്തം, വളരുന്ന വൃദ്ധസദനങ്ങൾ, ചോരുന്ന ബന്ധങ്ങൾ, നിർമ്മിത ബുദ്ധി സത്യമോ മിഥ്യയോ, കാലാവസ്ഥയുടെ മാറ്റം, ഭൂമിയുടെ മുന്നറിയിപ്പ്, സ്ത്രീ ശാക്തീകരണം, ജോലിത്തിരക്കിൽ നഷ്ടമാകുന്ന ബാല്യം, ബാലവേല, കൃഷിയിടങ്ങളിൽ യുവജനങ്ങളുടെ വിരക്തി, ഓൺലൈൻ പഠനം വേഴ്സസ് ക്ലാസ് റൂം പഠനം, കാഴ്ചയുടെ പിന്നിൽ കരയുന്ന മനുഷ്യർ തുടങ്ങിയ വിഷയങ്ങളാണ് നിധി ഷിജു പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വായനയിലൂടെ കിട്ടിയ അറിവാണ് തന്നെ ഇത്തരത്തിലുള്ള ഒരു പുസ്തകമെഴുത്തിലേക്ക് നയിച്ചതെന്ന് നിധി ഷിജു പറഞ്ഞു. എൻ്റെ പേര് നിധി ഷിജു. ഞാൻ സെന്റ് സെബാസ്റ്റ്യൻസ് HSSലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഈ ഒരു പുസ്തകം എഴുതാനുള്ള പ്രചോദനം എന്ന് പറയുന്നത്, വെക്കേഷൻ ടൈമിൽ അങ്ങനെ വെറുതെ മൊബൈൽ കണ്ടും TV കണ്ടൊന്നും സമയം കളയാതെ സാധാരണ വെക്കേഷന് ഞാൻ ക്രാഫ്റ്റൊക്കെ ആയിരുന്നു ചെയ്യുന്നത്. അപ്പോൾ വെക്കേഷന് മുമ്പായിട്ട് സിനി സിസ്റ്റർ ഇങ്ങനെ ഒരു പുസ്തകം എഴുതാനുള്ള അവസരം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചൂസ് ചെയ്ത് എഴുതിയതാണ് വെക്കേഷന് ഇരുന്ന ഈ ഒരു പുസ്തകം. ഇതിൽ സമകാലീനമായിട്ടുള്ള ഓരോരോ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളെപ്പറ്റി എടുത്തിട്ടാണ് essay എഴുതിയിരിക്കുകയാണ്. ഒരു 14 വിഷയത്തോളം ഇതിലുണ്ട്. അതിന് എക്സാമ്പിളാണ് പ്രകൃതി മാതാവിൻ്റെ വിളി, അതുപോലെ ലഹരിയുടെ ഉപയോഗം, അങ്ങനെ കുറേ ടോപ്പിക് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും പുസ്തകം എഴുതാം. അതിന് കൂടുതലായിട്ട് വേണ്ടത് വായനയാണ്. ഞാൻ ഈ സ്കൂളിൽ വന്നേ പിന്നെയാണ് എനിക്ക് അധിക വായന എന്നൊരു ശീലം ഉണ്ടായത്. ഞാൻ മുൻപ് പഠിച്ചത് സരസ്വതി വിദ്യാമന്ദിർ എന്ന് പറഞ്ഞ സ്കൂളിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ചാണ് എനിക്ക് സമൂഹത്തെ ഫേസ് ചെയ്ത് എന്തെങ്കിലും സംസാരിക്കാനായിട്ടുള്ള ഒരു ധൈര്യം ഉണ്ടായത്. ഇവിടെ വന്നേ പിന്നെയാണ് എനിക്ക് അധിക വായന ഒരു ശീലമായിട്ട് വന്നത്. ആനുകാലികമായി പ്രായഭേദമന്യേ ഓരോരുത്തരും അനുഭവിക്കുന്ന വിഷയങ്ങൾ കൃത്യമായും മനസ്സിലാകുന്ന രീതിയിലാണ് നിധി പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന വൃദ്ധസദനങ്ങളിലേക്ക് എത്തിപ്പെടുന്നതും അവിടുത്തെ ജീവിതവും എല്ലാം കൃത്യമായി വിവരിക്കുന്നതിൽ നിധി വിജയിച്ചിട്ടുണ്ട്. ഏനാനെല്ലൂർ സ്വദേശിയായ നിധി പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കല്ലൂർക്കാട് സരസ്വതി വിദ്യാമന്ദിർ സ്കൂളിലായിരുന്നു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉൾപ്പെടെ നിരവധി സെമിനാറുകളിൽ സംസ്ഥാനതലം വരെ പങ്കെടുത്തിട്ടുണ്ട്. പുസ്തകത്തെക്കുറിച്ച് സ്കൂൾ അധികൃതർക്കും മികച്ച അഭിപ്രായമാണുള്ളത്. സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികൾക്കും നിധി വളരെ പ്രചോദനമാകുന്ന പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളതെന്ന് സ്കൂൾ അധികൃതരും പറയുന്നു. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് കുട്ടികളുടെ ഭൂരിഭാഗവും മൊബൈൽ അഡിക്ഷനാണ്. അപ്പം സ്ക്രീനിൻ്റെ മുമ്പിൽ അധിക സമയം ആയിരിക്കാനാണ് അവരുടെ ടെൻഡൻസി. അതേസമയം നിധിയെ സംബന്ധിച്ച് ആ ഒരു അവസ്ഥയിലേക്ക് പോകാതെ മറ്റു കുട്ടികളിൽ നിന്ന് വിഭിന്നമായിട്ട് അവൾ മറ്റൊരു മാർഗത്തിലേക്ക് തിരിഞ്ഞു. നിധി വളരെയേറെ കഴിവുകളും ഒക്കെയുള്ള കുട്ടിയാണ്. എല്ലാ കാര്യങ്ങളും, സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലും അവൾ ആക്റ്റീവായിട്ട് പങ്കെടുക്കും. അതുപോലെ കുട്ടിയുടെ അമ്മയാണെങ്കിലും നല്ലൊരു സപ്പോർട്ടാണ് കുട്ടിക്ക് എല്ലാ കാര്യങ്ങളിലും, പഠനത്തിലും മറ്റ് പാഠ്യേതര പ്രവർത്തനങ്ങളിലും എല്ലാം ഏറെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മയും കൂടെയുണ്ട്. നിധിയോടെ ഒരു പുസ്തകത്തെക്കുറിച്ച് പുസ്തകം എഴുതാവോ എന്ന് ചോദിച്ചു. എന്ന് പറയുമ്പോൾ ആനുകാലികമായ വിഷയങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊച്ചിന് ഇഷ്ടമുള്ള രീതിയിൽ ഒരു പുസ്തകം എഴുതാവോ എന്ന് ചോദിച്ചപ്പോൾ ശ്രമിക്കാം എന്ന് പറയുകയും അത് പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് ആ കുട്ടി ഓരോ ദിവസവും ഓരോ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ലേഖനം എഴുതുകയും അതൊരു പുസ്തക രൂപത്തിൽ ആക്കുകയും ചെയ്തു. തൻ്റെ പുസ്തകത്തിൽ അവൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ ഞാൻ ഓടിച്ച് നോക്കിയപ്പോൾ തൻ്റെ ചുറ്റുപാടും കാണുന്ന കാഴ്ചകൾ, നേരിടുന്ന പ്രശ്നങ്ങൾ, അതുപോലെ പ്രകൃതി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രകൃതി നേരിടുന്ന വെല്ലുവിളികൾ, അതെല്ലാം അവൾ തൻ്റെ നിരീക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
1.5 മാസം കൊണ്ടാണ് നിധി തന്റെ പുസ്തകം പൂർത്തിയാക്കിയത്. ആദ്യമായാണ് ഇത്തരത്തിലൊരു പുസ്തകം എഴുതിയത്. കുടുംബത്തിൽ നിന്നുള്ള മാതാപിതാക്കളുടെയും സഹോദരിയുടെയും പൂർണ്ണമായ പിന്തുണയും നിധിക്ക് ലഭിച്ചിരുന്നു.